ഹലോ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ പരീക്ഷണമായിട്ട് വന്നേക്കാം കേട്ടോ. ഇത് കുറച്ച് നാൾ മുന്നേ ഭയങ്കര വൈറലായിരുന്നല്ലോ ഈ നൂഡിൽസ്. അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഭയങ്കര ഷോയൊക്കെ കാണിച്ച് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചെങ്കിലും സ്റ്റവ് കത്തിയില്ല. അതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സ്റ്റവ് കത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് തുടക്കം തന്നെ പാളിപ്പോയല്ലോ എന്ന്. എന്നാലും സാരമില്ല, അടുത്ത സ്റ്റവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ വെക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി നമ്മൾ എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സാധാരണ മാഗി ഉണ്ടാക്കണ പോലെ. പക്ഷേ സാധാരണ മാഗിനൊക്കെ അത് കുറച്ചും കൂടി വേവ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ സ്ട്രാൻസിന് സാധാരണ മാഗിനൊക്കെ കുറച്ച് കട്ടിയുള്ള സ്ട്രാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താവും എന്തോന്ന് വിചാരിച്ച് ഞാൻ സാധനമൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ എനിക്ക് തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇനി പെട്ടെന്ന് അതൊന്ന് കഴിച്ച് തന്നെ ടേസ്റ്റ് അറിയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിന് ശേഷം അതൊന്നും വെന്തപ്പോൾ ഞാൻ ആ സോസ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ സോസ് കട്ട് ചെയ്തൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ നല്ല എരിവ് അടിച്ചേർന്നു കേട്ടോ. നല്ല എരിവിൻ്റെ മണ്ണ് അടിച്ചേർന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി വന്നപ്പോൾ നല്ല റെഡ് കളർ നൂഡിൽസ് ആയിട്ടാണ്. അത് സ്മെല്ല് ചെയ്യുമ്പോൾ നല്ല എരിവ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. അതിൻ്റെ പാത്രം കഴുകുമ്പോൾ വരെ എനിക്ക് ഭയങ്കര എരിവ് അടിച്ചു കേട്ടോ സ്മെല്ല്. അപ്പോൾ അത്ര എരിവുണ്ടായിരുന്നു അതിന്. എന്നിട്ട് ആ സീസണിങ് ഒക്കെ ഇട്ട് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ അനിയനാണ് കൊണ്ടുകൊടുക്കുന്നത് കേട്ടോ. അവനാണ് അതിൻ്റെ പുറകെ നടന്നിരുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ തന്നെ ആദ്യം കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധനം എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവന് സാധനം കൊടുത്തിട്ടുണ്ട്. അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സമാധാനമായി, കിട്ടിയപ്പോൾ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ആ നൂഡിൽസ് നമ്മുടെ നാവിലേക്ക് ആകുമ്പോഴേക്കും നല്ല എരിവ് അടിച്ചിട്ട് എനിക്കൊന്നും തീരെ പറ്റണില്ല. കുറച്ച് സ്പൈസി ലവേഴ്സിന് എനിക്ക് തോന്നണ പറ്റുമായിരിക്കുമെന്ന്. എന്നിട്ട് പിന്നെ കുറേ തണുത്ത വെള്ളവും പിന്നെ യോഗട്ടും ചോക്ലേറ്റും ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ആയത്. അപ്പോൾ അച്ഛനും പുറത്ത് പോയിരിക്കുന്നിട്ട്. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെയും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അച്ഛനും കൊടുത്തു ആദ്യം. അപ്പോൾ അച്ഛൻ ഭയങ്കര കുറേ സംഭവമൊക്കെ എടുത്തിട്ട് തിന്നു ആദ്യം തന്നെ. എന്നിട്ട് മൊത്തം ചുണ്ടിലാക്കി കഴിഞ്ഞ് പണി പാളും. എന്നിട്ടും അച്ഛൻ വീണ്ടും എടുത്ത് കഴിച്ചു. അച്ഛൻ കാരണം അത് കുറച്ചൊക്കെ കഴിച്ച് തീർന്ന് കിട്ടി. ബാക്കി ഞങ്ങളെ കൊണ്ട് കളയാ ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ കഴിച്ചു. അമ്മയ്ക്കും പഠിച്ചില്ല കേട്ടോ. നല്ല എരിവായിരുന്നു. അമ്മ ഒരു ബൈറ്റൊക്കെ കഴിച്ചോളൂ. അപ്പോൾ സംഭവം നല്ല എരിവാണ്. വേണമെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്